കുറച്ച് നാളുകളായി കേൾക്കുന്നതാണ് കേരളത്തിൽ കോൺഗ്രസിൽ അഴിച്ചുപണി ഉണ്ടാകും. കാരണം ഈ പ്രസിഡന്റിനെല്ലാം മാറ്റി പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരുമെന്നെല്ലാം സംസാരത്തിനിടയിലാണ്, ചർച്ചയ്ക്കിടയിലാണ് ഇപ്പോൾ പിന്നോക്ക സമുദായങ്ങൾ വലിയ രീതിയിൽ കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഇപ്പോൾ പാർട്ടിയിൽ മേൽത്തട്ട് മുഴുവൻ പിന്നോക്കരാണല്ലോ ഇരിക്കുന്നത്. അവരെ മാറ്റാനുള്ള ശ്രമമാണോ കോൺഗ്രസിൽ നടക്കുന്നത്? ഇല്ല, ഏത് തരത്തിൽ മാറ്റിയാലും കോൺഗ്രസിൻ്റെ കാര്യം തഥൈവയാണ്. ഇപ്പം സുധാകരൻ തന്നെ അല്ല, കെ സുധാകരൻ തന്നെ വന്നതെന്ന് നോക്ക്, എന്തോ ഒരു ആരവത്തോടു കൂടിയാണ് വന്നത്. ഇപ്പോൾ സെമി കേഡർ കോൺഗ്രസിനെ അടിമുടി അഴിച്ചു മാറ്റും, പണിയും എന്നുള്ള രീതിയിലാണ് കണ്ണൂരിൽ നിന്ന് സുധാകരൻ വണ്ടി കയറിയത്. സുധാകരൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. സുധാകരൻ അതിനുള്ള തൻ്റെ ഇടമുണ്ട്, ആർജവവും ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ അടിച്ചാൽ തിരിച്ചടിക്കും, കോൺഗ്രസിനെ അങ്ങനെയാക്കി മാറ്റുമെന്നുള്ള രീതിയില്ല. എവിടെ തിരിച്ചടിക്കുക? കോൺഗ്രസ്സുകാരല്ലേ, രണ്ടെണ്ണം വാങ്ങിച്ചുകൊണ്ട് പോകും, അത്രയേ ഉള്ളൂ. തിരിച്ചടിയൊന്നും ഉണ്ടാകത്തില്ല. കോൺഗ്രസ്, എനിക്ക് തോന്നുന്നു ഇപ്പൊ സുധാകരനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കോൺഗ്രസ് താഴോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്കൊരു പ്രധാന പ്രതിപക്ഷമായി മാറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എത്ര ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായി, അത് വേണ്ട തരത്തിൽ മുതലെടുത്ത് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിന് ഇവിടുത്തെ നേതൃത്വത്തെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഇപ്പൊ സുധാകരനല്ല, ഇനി എം ഹസൻ ഇരുന്നോട്ടെ, ഇനി കൊടിക്കുന്നിലിരുന്നോട്ടെ, ഇത് തന്നെ ആയിരിക്കും. ഇത് ആര് വന്നാലും ഇവരെ തകർക്കാൻ വേണ്ടി, പാരവയ്ക്കാൻ വേണ്ടി കോൺഗ്രസിൽ ഒരു വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ സുധാകരനെതിരെ അതല്ലേ നീക്കം നടക്കുന്നത്. അപ്പോൾ ഉടനെ ഇത് പിന്നാക്ക വിഭാഗക്കാരെ തകർക്കാനായിട്ടാണ് എന്നുള്ളത്. അപ്പം ഇത് പലപ്പോഴും ഇവരെന്ത് ചെയ്യുന്നറിയാമോ, സാമുദായിക അടിസ്ഥാനത്തിലാണ് ഈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വരെ തീർച്ചപ്പെടുത്തുന്നത്. അല്ല, അങ്ങനെ പറയുമ്പോഴേക്കും ഈ വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നത്, നാം പല തിരഞ്ഞെടുപ്പുകളും, ഈയിടയ്ക്ക് പല ഉപതെരഞ്ഞെടുപ്പുകളും ഉണ്ടായിട്ടുണ്ടല്ലോ, ആ തിരഞ്ഞെടുപ്പിലെല്ലാം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. 2021 ഉണ്ടായ ഭൂരിപക്ഷത്തെക്കാൾ ഇരട്ടിയിലധികം, ചിലയിടങ്ങളിൽ ഇരട്ടിയിലധികം വോട്ടുകൾ ഞങ്ങൾ നേടി, അതുകൊണ്ട് സുധാകരനേക്കാൾ നല്ലത് വി.ഡി. സതീശനാണെന്ന് പറയുന്നവരുണ്ടല്ലോ. അല്ല ശ്രീജിത്ത്, അതിനകത്ത് നമ്മൾ നോക്കണം. ഉപതെരഞ്ഞെടുപ്പ് നടന്നത് 1 തൃക്കാക്കര, 2 പുതുപ്പള്ളി, 3 പാലക്കാട്, 4 ചേലക്കര. ഈ 4 മണ്ഡലങ്ങളാണ്. നിലമ്പൂര് വരാൻ പോകുന്നു, അതിലേക്ക് നമുക്ക് വരാം. ഇപ്പം നോക്കിക്കേ, തൃക്കാക്കരയിലെ പി.ടി. തോമസിൻ്റെ മണ്ഡലമായിരുന്നു 2016, 2021. അതിനുശേഷമായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ മരണം. പി.ടി. തോമസിനോട് ഈ കോൺഗ്രസ്സുകാർക്ക് മാത്രം, കോൺഗ്രസ്സിലുള്ളവർക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു. പലർക്കും അദ്ദേഹത്തിൻ്റെ ഒരു തൻ്റെ ഇടത്തോടെ വലിയൊരു അനുഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അവിടെ മത്സരിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സഹതാപം അവിടെ ഉണ്ടായി. പിന്നെ പുതുപ്പള്ളി ഉമ്മൻചാണ്ടി വികാരമാണ്. ചാണ്ടി ഉമ്മനോടുള്ളതല്ല, ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹമാണ് അവിടെ മുഴുവൻ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചത്. പാലക്കാട് നിലവിലുള്ളത് ഷാഫി പറമ്പില്. പിന്നെ കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്, അതാണ് അവിടെ പാലക്കാട് വോട്ട് വർദ്ധിപ്പിച്ചത്, ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചത്. ചേലക്കരയില് ഭൂരിപക്ഷം കുറച്ചു എന്ന് വേണമെങ്കിൽ പറയാമായിരിക്കാം. 40,000 വോട്ട് രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഏതാണ്ട് ഒരു 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം. പക്ഷേ അവിടെ BJP വോട്ട് പിടിച്ചു നന്നായിട്ട്. അവിടുത്തെ തിരുവല്ലാമലയിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു സജീവ പ്രവർത്തകനായിരുന്നു അവിടെ മത്സരിച്ചത്. BJP നല്ല വോട്ട് പിടിക്കുകയും ചെയ്തു. ഇനിയിപ്പം നിലമ്പൂരിൽ അവർ പറയും UDF വിജയിച്ചാൽ, അതിനകത്ത് വേറൊരു സാധ്യതയും കൂടിയുണ്ട്. അത് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരവും നിൽക്കുന്നുണ്ട്. പിന്നെ അൻവർ അവിടെ ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കും ഇറങ്ങി. കാരണം അൻവറിന് അവിടെ UDF വിജയിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് അൻവറിന് UDFിലേക്കുള്ള പ്രവേശനവും അതിനോടൊപ്പം തന്നെ LDFിനെ, CPMനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി വന്ന ആളും കൂടിയാണ്. അതിനൊരു പ്രതികാരം വീട്ടണം. CPM അതിശക്തമായ പ്രതികാരം വീട്ടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു CPM സ്വതന്ത്രനെ കൊണ്ട് നിർത്താനുള്ള ശ്രമം നടക്കുകയാണ്. CPM തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. സ്വരാജിനെയാണ് അതിൻ്റെ ചുമതലയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അൻവറിന് അവിടെ ഉണ്ടാകുന്ന ഒരു മൈലേജ് വളരെ കൂടുതലാണ്.
അപ്പോൾ എന്തായാലും നിലമ്പൂർ വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ്. എനിക്ക് തോന്നുന്നു ഈ ഭരണം അവസാനിക്കുന്നതിന് മുമ്പുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും. ഈ പുനഃസംഘടനയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ വലിയ രീതിയിൽ ഈ ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനം നടക്കുന്നതായി കോൺഗ്രസിനെതിരെ ഒരു വലിയ ആരോപണമുണ്ട്. അത് തുടക്കമല്ലാതെ പണ്ട് 5-ാം തീയതി ഉള്ള. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പിന്നോക്ക നേതാക്കളെ, പ്രത്യേകിച്ച് വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ പിന്നോക്കർക്ക് വലിയ വോട്ട് ബാങ്കാണ്. അപ്പോൾ ആ നേതാക്കളെ ഒഴിവാക്കുന്നത് ഈ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകില്ലേ? അതല്ല അവർക്കുണ്ടാകുമല്ലോ. ഇപ്പൊ ഇനി മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വെച്ചേക്ക്, അതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാക്കും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഇതിലുണ്ടെന്നുള്ളതാണ്. ഉണ്ടെന്നുള്ളത് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ ഇടപെടൽ അതിശക്തവുമാണ്. കോൺഗ്രസ് പാർട്ടിയെ ഭരിക്കുന്നത് പോലും, കോൺഗ്രസിനകത്തെ പല പ്രശ്നങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത് പോലും ലീഗാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി 2 തെരഞ്ഞെടുപ്പാണ് വരുന്നത്, മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവർ ഈ നേതൃത്വത്തെ ചൊല്ലി ഈ കലഹം നടത്തുന്നത് ഇവർക്ക് വലിയ തകർച്ച ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇപ്പൊ സുധാകരനെ യഥാർത്ഥത്തിൽ ഇവർ വേണ്ടത് ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുകയല്ലേ വേണ്ട, സുധാകരനെ നിലനിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടണം. ഇവര് മറ്റു പല സംസ്ഥാനങ്ങളിലും അറിയാമല്ലോ, പഞ്ചാബില് ഭരണം ഇവരുടെ കയ്യിൽ നിന്ന് പോയി, അതിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി അവർ മാറ്റിയത്. ഇങ്ങനെ പല സംസ്ഥാനങ്ങൾക്ക് ഇവർക്ക് കുഴപ്പം സംഭവിച്ചിട്ടുള്ളതാണ്. ഇത് കേരളം ഇവർക്കൊരു ഏക പ്രതീക്ഷയുള്ളത് കൊണ്ട് ഹൈക്കമാൻഡ് എന്ത് ചെയ്യും, ഉടനെ ഇത്തരത്തിലൊരു കളി കളിക്കും. പ്രത്യേകിച്ച് വേണുഗോപാൽ അവിടെ നിൽക്കുന്നുണ്ട്, സുധാകരനെ ഒന്ന് മാറ്റി നോക്കും. സുധാകരനെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ദോഷം ഇവർക്ക് കിട്ടുമെന്നുള്ളതാണ് കൃത്യമായിട്ട്. സുധാകരൻ പാർട്ടിയെ ഒന്നാമത് തന്നെ വെള്ളാപ്പള്ളി പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പിന്നോക്കർക്ക് ഒരു പിന്തുണയും ലഭിക്കുന്നില്ലെന്നാണ്. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ പിന്നോക്ക വിഭാഗത്തിൽ നിന്നും, പ്രത്യേകിച്ച് ഈഴ വിഭാഗത്തിൽ നിന്നും ഒരു MLA പോലും കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. ഇത്തവണ ബാബുവാണ്, തൃപ്പൂണിത്തറയിൽ നിന്നുള്ള ബാബു മാത്രമാണ് കോൺഗ്രസിൽ MLA ആയിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി അടക്കമുള്ള നേതാക്കൾ നിരന്തര വിമർശനം ഉന്നയിക്കുമ്പോൾ അതിന്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് CPM-നായിരിക്കുമല്ലോ. തൃപ്പൂണിത്തറയിൽ വേറൊരു കാര്യം ആലോചിക്കണം. തൃപ്പൂണിത്തറയിലെ ബാബുവിൻ്റെ ഒരു അധ്വാനമാണ് കേട്ടോ. ബാബു ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 2016 തോറ്റു സ്വരാജിനോട്. അവിടെ തന്നെ നിന്ന് മണ്ഡലം തിരിച്ച് പിടിച്ചേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ള രീതിയിലാണ്. അതൊരു വലിയ സംഭവമാണ് ബാബുവിൻ്റെ പ്രവർത്തനവും രീതികളും. ഇപ്പം ജയിച്ചത് വലിയ ഭൂരിപക്ഷമൊന്നുമല്ല, എന്നാലും മണ്ഡലം പിടിക്കാൻ കഴിഞ്ഞു. ബാബുവിന് മണ്ഡലത്തിലുള്ളവരെ പേരെടുത്ത് വിളിക്കാൻ അറിയാം, അത്ര മണ്ഡലവുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പം അടൂർ പ്രകാശിൻ്റെയൊക്കെ വേറൊരു രീതിയാണ് ബാബുവിനുമുള്ളത്. അപ്പോൾ ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് കറക്റ്റാണ്, അവരുടെ പ്രാതിനിധ്യം കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇവർ ഇത്തരത്തിലുള്ള സാമുദായിക പ്രാതിനിധ്യമൊക്കെ നോക്കി കൊടുത്താണ് കോൺഗ്രസിനകത്ത് പല കാര്യങ്ങളും ഒരു സമതുലനാവസ്ഥയിൽ എത്താതെ പോവുകയും ചെയ്യും. ലീഗ് കയറി അമിതമായ ഭരണവും നടത്തും, അതവർക്ക് നാശത്തിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ എന്തായാലും ഇതിപ്പോൾ വളരെ നിർണായകമാണ്. 2 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇവർ ഈ നേതൃത്വത്തെ ചൊല്ലി കലഹം നടക്കുന്നത്. ഹൈക്കമാൻഡ് ഇപ്പോൾ അങ്ങോട്ട് അവരുടെ AICC സമ്മേളനം കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് വന്നിട്ട് ഇനി കേരളത്തിലെ ആയിരിക്കും ഈ പൊളിച്ചെടുക്കാൻ പോകുന്നത്. അതിൻ്റെ ദോഷഫലം അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.